ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഒരു PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇപ്പം നടന്നൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാവർക്കും അറിഞ്ഞിരിക്കും, നമ്മുടെ പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ 18-നാണ്. ഒരേ ദിവസം തന്നെയാണ് 2 ഘട്ടമായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്. രാവിലെ 10 മണി മുതൽ 11:35 വരെയും ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3 മണി വരെയുമാണ് 2 ഘട്ടമായിട്ട് എക്സാം നടക്കാൻ പോകുന്നത്. ജൂലൈ 18-നാണ് കേട്ടോ ഡേറ്റ്. എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക കേട്ടോ. ഒഴിവുള്ള സമയങ്ങളിൽ മാക്സിമം നമ്മുടെ യൂട്യൂബിൽ ഓരോ ക്ലാസ്സസൊക്കെ അടിച്ചു കൊടുത്ത് ഇപ്പോൾ നന്നായിട്ട് കിട്ടും, നല്ല അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ ബോഡി ആണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക, ഒരുപാട് ക്ലാസ്സസ് വരും. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ക്ലാസ് ഇരുന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഒരേ ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഉള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കട്ടെ. കാരണം ബെബ്കോ LDയും LGSും ആണ് നമ്മുടെ പ്രിലിംസിൽ ഉൾപ്പെടുന്നത്. VFAക്ക് പ്രിലിംസ് ഇല്ല, ഡയറക്റ്റ് എക്സാമാണ് VFA എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബെബ്കോ LD എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രിലിംസ് പാസ്സാവണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1946 ഡിസംബർ 9. ഇതൊക്കെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. മെയിൻ എക്സാം ആണിത്. ബേസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. ഭരണഘടനയുടെ 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ പാർലമെൻറ്റിന്. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? 6. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K. കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741-ലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലി. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. നിങ്ങളിത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കണേ. ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശിൻ്റെ തനത് കലാരൂപമാണ് കഥക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1905 ഓഗസ്റ്റ് 7. ഇന്ത്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി? ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി റഷ്യയാണ്. ആദ്യം ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ ആണ് കേട്ടോ. ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരെക്കുറിച്ചാണ്? മഹാത്മാ ഗാന്ധിജിയെക്കുറിച്ച്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10-ന് നിലവിൽ വന്ന താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10-ന് നിലവിൽ വന്ന താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു 1966 ജനുവരി 10-ന് താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്?
സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് നമ്മുടെ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിനുള്ള ലയന കരാറിന് രൂപം നൽകിയിട്ടുള്ള വ്യക്തികൾ. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്? സോവിയറ്റ് യൂണിയൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ഗ്യാനേഷ് കുമാറാണ്. ശ്രീ ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി N കരുണാണ് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തി. അപ്പോൾ നമ്മൾ അവാർഡ് പഠിക്കുമ്പോൾ ഇപ്പോൾ 2026 ആണെങ്കിൽ നമ്മൾ 2024ലെയും 2023ലെയും നോക്കേണ്ടിയിരിക്കണു അല്ലേ എക്സാമിന്. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം ശരിയാണെന്നാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഏത്? ഖാരിഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നത് ഏതാണ്? ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ് എന്ന് പറയുന്നത് അല്ലേ. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം ഏതാണ്? സൈദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവ റാബിയാണ് അല്ലേ. റാബി. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കും. ഫെബ്രുവരി മാസത്തോടെ എന്ത് ചെയ്യുന്നു? റാബി കാലം അവസാനിക്കുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? 3ഉം 4ഉം ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. 3ഉം 4ഉം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3ഉം 4ഉം. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2 ശരിയാണ്. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ എക്കൽ മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തര മഹാസമതല പ്രദേശത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. താർ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവയെല്ലാം എന്നാണ് കേട്ടോ. ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിമിടം. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗളാണ് കേട്ടോ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗളായിരുന്നു. നമ്മൾ ഇന്ത്യ വിജയിച്ചു അല്ലേ. ഇന്ത്യയാണ് കിരീടം നേടിയിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ്? മോഹൻലാലിനാണ് അല്ലേ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? മോഹൻലാൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ പേരെന്ത്? എൻ്റെ കേരളം എന്നും സുന്ദരം. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ല അല്ലേ. ശുഭാംശു ശുക്ല. പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ദിക്കിലാണ്? കിഴക്ക് ദിശയിലാണ് പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിൻ്റെ കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിൻ്റെ കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. പമ്പ, നീലഗിരി. ബാക്കി നോക്കാം. നെയ്യാർ, അഗസ്ത്യമല, പെരിയാർ, ശിവഗിരിമല. ഭാരതപ്പുഴ ഇവിടെ നിൽക്കുന്നു. ആനമല കേട്ടോ. നെയ്യാർ, അഗസ്ത്യമല, പെരിയാർ, ശിവഗിരിമല, ഭാരതപ്പുഴ, ആനമല. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ ഡി പ്രസ്താവനകൾ 1ഉം 4ഉം ശരിയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ളത് ഇവിടെ തന്നെയാണ്, ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 1A എന്താണ്? ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പുവരുത്തുക. എഴുതി വെക്കണേ. സുഭോജനം എന്താണ്? ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പുവരുത്തുക. ആശ്വാസ് എന്താണ്? ആശ്വാസ് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയാണ് കേട്ടോ. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസാണ് കേട്ടോ. ഇനി ഞാൻ ഒഴുകട്ടെ എന്താണ്? നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പാണ്. പച്ചത്തുരുത്ത് എന്താണ്? തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പദ്ധതികൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ഇനിയും ചിലപ്പോൾ ഇതൊന്നും ചോദിച്ചുകൂടാഴിയുന്നില്ല. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരിമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പീരിമേഡിലാണ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരള തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തിയാണ് അല്ലേ. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? നമ്മുടെ വയനാടും ഇടുക്കിയുമാണ് അല്ലേ. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്തത് ഏതാണ്? വയനാടും ഇടുക്കിയുമാണ്. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ ആണ് കേട്ടോ. സഞ്ജു സാംസൺ ആണ് ആൻസർ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ വേമ്പനാട്ട് കായൽ കേട്ടോ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം, കൊല്ലം ജില്ലകളിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, വ്യാപിച്ചു കിടക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1ഉം 3ഉമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസറെ. 1ഉം 3ഉം. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുതി നിലയത്തിനടുത്താണ് കേട്ടോ. എന്താണ്? കേരളത്തിലെ ജലവൈദ്യുതി നിലയത്തിലാണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും എവിടുന്നാണ്? ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ അതിന് തന്നെ ഇതിൻ്റെ ആൻസറും കിട്ടും അല്ലേ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 2ഉമാണ് കേട്ടോ ശരിയല്ലാത്ത പ്രസ്താവനകൾ. അതായത് ശരിയുള്ളത് നമുക്ക് നോക്കാം. ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിളിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. അത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ചിത്രകാരി ആരാണ്? TK പത്മിനിയാണ് കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് 2ഉം 3ഉം പഠിക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ്? ആശാപൂർണ ദേവിയാണ് കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ്? ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തി ദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മൂർത്തി ദേവി പുരസ്കാരവും ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ B ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ B ആണ് 2ഉം 3ഉം. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർ ചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ R വിശ്വനാഥൻ.
2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. ആരൊക്കെയാണ് പ്ലെയർ ഓഫ് ദി സീരീസ്? ജസ്പ്രീത് ബുംറ. പ്ലെയർ ഓഫ് ദി മാച്ച് ആരായിരുന്നു? വിരാട് കോഹ്ലി. 2024 2020 ക്രിക്കറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 3ഉം. യോൺ ഫോസെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്താണ്. ക്ലൗഡിയ ഗോൾഡിൽ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ശരിയായത് G20യുമായിട്ട് ശരിയായത് ആസ്ഥാനമില്ല എന്നുള്ളതാണ് കേട്ടോ. G20ക്ക് എന്താണ്? ഒരു ആസ്ഥാനമില്ല. അതും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇവിടെ അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറിയെത്തുന്നുള്ളത് തെറ്റാണ്. G20 സംഘാടകരെ ഷെർഷ എന്നല്ല ഷെർപ്പ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഷെർഷ എന്നല്ല ഷെർപ്പ എന്നാണ് വിളിക്കുന്നത്. G20ക്ക് രാജസ്ഥാനവുമില്ല. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 2 മാത്രമാണ് ശരിയല്ലാത്തത്. നമുക്ക് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. ശരിയായത് നോക്കാവേ. 2020 ഓഗസ്റ്റ് 6-ന് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. 2020 ഓഗസ്റ്റ് 6-നാണ് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ എന്തുണ്ടാവുന്നത്? ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? മുരിങ്ങയാണ് കേട്ടോ. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമാണ് മുരിങ്ങ. ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1ഉം 3ഉമാണ് കേട്ടോ. കരൾ, പിത്തരസം, ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം അല്ലേ? കരൾ, പിത്തരസം, ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഏതാണ്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ചില ആഹാരബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ബി ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുൽച്ചാടീനെ എന്ത് ചെയ്യില്ല? മുയൽ കഴിക്കില്ല. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് മണ്ണുത്തി സ്ഥിതി ചെയ്യുന്നത്. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? ഏതാണ്? നെല്ലിൻ്റെയാണ് അല്ലേ? പവിത്ര, അന്നപൂർണ ഏതിൻ്റെയാണ്? നെല്ലിൻ്റെ സങ്കരയിനം വിത്തുകളാണ്. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ഏതാണ്? കാട്ടാന കേട്ടോ. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് ജീവഹാനി നേരിട്ടിട്ടുള്ളത്. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ലിയോ 14-മനാണ് കേട്ടോ. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ലിയോ 14-മൻ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര് ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ. ആരും മറക്കാൻ ചാൻസ് ഇല്ല അല്ലേ? അലൂമിനിയത്തിൻ്റെ അയിരേത്? ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ശൂന്യത. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശൂന്യത. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഓപ്ഷൻ സി ഡെസിബൽ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജ്ജം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം എന്ത് ചെയ്യുന്നുണ്ട്? സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, ഒഴുകുന്നില്ല. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ് അല്ലേ? അങ്ങനെ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് ഒഴുകുന്നൊന്നുമില്ല. അപ്പോൾ എന്താണ്? ചലിക്കാതിരിക്കുന്ന എല്ലാത്തിനും എന്തായിരിക്കും? സ്ഥിതികോർജ്ജമായിരിക്കും ഉണ്ടാവുക. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ് അവയവം തിരിച്ചറിയുക. ഏതാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70/110 കേട്ടോ. 70/110. 100 ഗ്രാമിൽ 70/110 ആണ്. 100 ഗ്രാം ml 70/110 mg ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുന്നത്?
പ്രമേഹം. ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവാണ് കേട്ടോ 70/110. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? നിർഭയ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? നിർഭയ. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, ചിക്കൻ ബോക്സ് ആണ് വായുജന്യ രോഗങ്ങൾ. എയ്ഡ്സ് അല്ലെങ്കിൽ HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ 2ഉം 3ഉം ആണ് കേട്ടോ തെറ്റായിട്ടുള്ളത്. 2ഉം 3ഉം തെറ്റാണ്. ശരിയായത് HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം HIV പകരാനിടയാക്കുന്നു. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗപകർച്ച ഉണ്ടാകാം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം ഏതാണ്? നിപ്പയാണ് അല്ലേ. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം നിപ്പ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതി ഏതാണ്? ബാലമിത്രയാണ് കേട്ടോ. ബാലമിത്രയാണ്. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതി. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ്, കപ്പയാണ് ഏറ്റവും കൂടുതൽ ധാന്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. COVID-19യുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. COVID-19 കാരണം കൊറോണ വൈറസ് ആണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി അല്ലെങ്കിൽ രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധന ഏതാണ്? RT-PCR ആണ്. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ECG ആണ് അല്ലേ. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏത്? കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏതാണ്? വിറ്റാമിൻ C ആണല്ലേ കൊഴുപ്പിൽ ലയിക്കാത്തത്. അടുത്തത് മൂത്രാശയ രോഗങ്ങളുടെ കാരണം C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3 ശരിയാണ്. മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തതും മൂലം. പിന്നെന്താണ്? വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ആണ്. ആരാണ്? ബാക്ടീരിയകളാണ് അല്ലേ. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏതാണ്? ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊതുകുജന്യ രോഗമാണ്, ശക്തമായ പനി, പിന്നെന്താണ്? അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ തലവേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏത് പനിയാണെന്ന്? ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ 80 ക്വസ്റ്റ്യൻസ് വായിച്ചാൽ അറിയാലേ അത്യാവശ്യം നല്ല ബേസിക് ക്വസ്റ്റ്യൻസ് ആണല്ലേ വന്നിരിക്കുന്നത്. ഒക്കെ ഏകദേശം എല്ലാം ചോദിച്ചിരിക്കുന്നത് SCERT ഫാക്ടറിൽ നിന്ന് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ SCERT പരിശോധിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും വന്നിരിക്കുന്നത് SCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഒക്കെ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് അറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയർ ഒക്കെ കണ്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 2023 കറണ്ട് അഫെയർ ഒക്കെ എഴുതി വെച്ചിട്ട് പഠിച്ചോ കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, എന്നിട്ട് അത് പഠിക്കുക കേട്ടോ. കഴിയുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡും കൂടെ അതിൻ്റെ ബാക്കി ഒരു ഓപ്ഷൻ ശരിയായിരിക്കും, ബാക്കിയും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.